Hi students, welcome to AV Vlogs. Today we are going to discuss about the chapter Soils of India. So please keep watching, like, subscribe and enable the bell button. Thank you for watching. Keep studying. Thank you. Introduction. The uppermost layer of the surface of earth is known as soil. It forms on the surface of the land. Soil is a mixture of mineral, water, air, and the decaying remains of plants and animals. Plants grow in the upper layer of soil called topsoil, which is usually darker and richer. What is soil? We all know that soil, we can see the soil on the outer part of the earth. That is on top layer. ഈ സോയിലാണ് മിനറൽസ്, വാട്ടർ, എയർ, അതർ ഡീക്കേയിങ് റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഒരു പ്ലാന്റ്സും അനിമൽസും ഒക്കെ അത് കരിഞ്ഞു പോയാൽ അല്ലെങ്കിൽ അവർ ചത്തുപോയാൽ നേരെ ഈ സോയിലാണ് കുഴിച്ചിടുന്നത്. സോ അതിൻ്റെ ഒരു ഡീക്കേയിങ് കൂടി സോയിലുണ്ടാവും. പ്ലാന്റ്സ് ഗ്രോ ഇൻ അപ്പർ ലെയർ ഓഫ് സോയിൽ കോൾഡ് ടോപ്പ് സോയിൽ. സാധാരണ ഈ പ്ലാന്റ്സ് വളരുന്നത് where they grow is in the top soil, top part of the soil. That is usually darker and richer. അത് കുറച്ചുകൂടി ഡാർക്കർ ആയിരിക്കും, റിച്ചർ ആയിരിക്കും ഈ ടോപ്പ് സോയിൽ. This is soil formation. Soil takes hundreds of thousands of years to form. Large rocks are broken down into smaller pieces by wind and water. With time, these pieces are further broken down into smaller pieces which form sand, silt and other different types of soil. ഒരു സോയിൽ ഇന്നത്തെ രൂപത്തിൽ കാണുന്ന സോയിൽ ഒരു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബിഫോർ രൂപീകൃതമായതാണ്. ലാർജർ റോക്സ്, വലിയ റോക്സ് ചെറിയ പീസസ് ആയിട്ട് ബ്രോക്കൺ ചെയ്തിട്ട്, അതെങ്ങനെ ബ്രോക്കൺ ചെയ്തു? വിൻഡ് ആൻഡ് വാട്ടർ വെച്ചിട്ട്. അങ്ങനെ ബ്രോക്കൺ ചെയ്ത ചെറിയ ചെറിയ ഫോം സാൻഡിനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതിന് സിൽട്ട് എന്ന് പറയും. ആൻഡ് അതർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സോയിലും ഉണ്ടാകും. സിൽട്ട് എന്ന് പറഞ്ഞാൽ സാൻഡ് ആൻഡ് മഡ് ക്യാരിഡ് ബൈ ഫ്ലോയിങ് വാട്ടർ. ഒരു വെള്ളം നമ്മൾ ഒഴുകി പോകുമ്പോൾ അതിലൂടെ സാൻഡും മഡും ഒക്കെ ഒഴുകി പോരുന്നുണ്ട്. അതിനെയാണ് സിൽട്ട് എന്ന് പറയുന്നത്. Soil is important because plants, trees and crops require soil to grow. Soil differs from place to place, but all types of soil are composed of particles of clay, sand and silt in varying quantities. The nature of soil depends on the rocks and other materials from which it is formed. Some types of soil are very fertile, while others are not, depending on the location of a region. The soils in areas that have plenty of water supply are very fertile. When soil is fertile, crops grow well. In places where the soil is not fertile, farmers use manure or fertilizers to make the soil more fertile. സോയിൽ, ഓരോ സ്ഥലത്തെ സോയിലും പല ഡിഫറെൻ്റ് ടൈപ്പായി, പല സ്ഥലത്തും പല സോയിലായിരിക്കും നമ്മൾ കാണുന്നത്. പിന്നെ ഈ സോയിൽ കൂടുതലും ഫെർട്ടൈലായിരിക്കും. ഫെർട്ടൈലല്ലാത്ത സോയിലാണെങ്കിൽ നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് അതിൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യും. എന്നിട്ടാണ് അതിനെ ഫെർട്ടൈലാകുന്നത്. മിക്കവാറും ഒരുപാട് വാട്ടർ സപ്ലൈ ഉള്ള സോയിലാണെങ്കിൽ അത് ഫെർട്ടൈലായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സിൽട്ട് എന്ന് പറയുന്നത്? വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ചെറിയ മൺതരികളെയാണ് സിൽട്ട് എന്ന് പറയുന്നത്. ഈ സോയിൽ ഓരോ പ്ലേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സ്ഥലത്ത് സോയിലായിരിക്കില്ല രണ്ടാമത്തെ സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ ചില സ്ഥലത്ത് വെള്ളം
കൂടുതലുള്ള സ്ഥലത്തെ സോയിലുകൾ ഫെർട്ടൈൽ ആയിരിക്കും. ഇൻ കേസ് ഫെർട്ടൈൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചിട്ട് ഫെർട്ടൈൽ ആക്കിയിട്ടാണ് ഫാമേഴ്സ് അതിലെ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റുന്നത്. Next is types of soil. There are various types of soil found in India. First one is alluvial soil. The soil formed by the deposition of silt and sand brought down by rivers is known as alluvial soil. This type of soil is found in plenty in the northern and coastal plains of India. The deposits are very fertile, soft and rich in minerals. ഇത് സാധാരണയായിട്ട് സിൽട്ട് വഴി ഫോം ചെയ്യുന്ന മണ്ണാണ് ഈ അലൂവിയൽ സോയിൽ. ഇത് എവിടെയാണ് കാണുന്നത്? നോർത്ത് ആൻഡ് കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യയിലാണ്. ഈ സോയിൽ ഭയങ്കര ഫെർട്ടൈലാണ്, സോഫ്റ്റാണ് ആൻഡ് മിനറൽസ് വളരെ റിച്ചാണ്. Alluvial soil is good for cropping such as rice, wheat, maize, tobacco, sugarcane, oil seeds, pulses, jute. Other fruits and vegetables also will grow in this soil. മെയിനായിട്ടും ഈ പറഞ്ഞ കൃഷി സ്ഥലങ്ങളാണ് ഇതിൻ്റെയൊക്കെ. അതായത് റൈസ്, വീറ്റ്, മെയ്സ്, ടൊബാക്കോ, ഷുഗർ കെയിൻ, ഓയിൽ സീഡ്, പൾസസ്, പിന്നെ അതർ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. ഈ സോയിലിൽ വരുന്ന പ്രധാന കൃഷികൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് ഈസ് ബ്ലാക്ക് സോയിൽ. The soil formed from lava after it solidifies is known as black soil. It is mainly found in Gujarat, Maharashtra and Madhya Pradesh, which lie in the northwestern part of Deccan Plateau. The soil is clay and retains a lot of moisture. It is most suitable for growing crops such as cotton, millets, tobacco, oilseeds, wheat, sugarcane and even citrus fruits. ഈ സോയിലെ ലാവ സോൾഡിഫൈസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന സോയിലാണ് ബ്ലാക്ക് സോയിൽ. അതെവിടേക്ക് കാണുന്നത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, വിച്ച് ലൈസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഡെക്കൻ പ്ലേറ്റോ. ഈ സോയിൽ ഭയങ്കര ക്ലേസിയാണ്, അതേപോലെ ഭയങ്കര മോയ്സ്ചറാണ്. ഈ മോയ്സ്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബെറ്റർ ഫോർ ദ ക്രോപ്സ് cotton, millets, tobacco, oilseed, wheat, sugarcane and even citrus fruits. എങ്ങനെയാണ് ഈ സോയിൽ ഉണ്ടാവുന്നത്? ബ്ലാക്ക് സോയിൽ, ഇറ്റ് സോൾഡിഫൈസ്, the lava solidifies, then this black soil will be formed. എവിടേക്കാണ് കാണുന്നത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, which lie in northwestern part of Deccan Plateau. This is red soil. Red soil gets the name from its red color. The presence of iron oxide makes this soil appear red in color. The soil is not very fertile, yet crops such as pulses, rice, millets and certain vegetables grow in this soil. Red soil is found mainly in the state of Jharkhand, Madhya Pradesh, മഹാരാഷ്ട്ര, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് തെലങ്കാന. ഈ റെഡ് സോയിലിൻ്റെ കളറ് റെഡാണ്. ഇതിൽ അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പോണൻ്റ് ഉള്ളതുകൊണ്ടാണ് ഈ സോയിലിന് റെഡ് കളറാവുന്നത്. ഈ സോയിൽ അത്രയും ഫെർട്ടൈൽ അല്ല, എന്നാലും ചില ക്രോപ്സ് ഇതിൽ വിളയിച്ചെടുക്കുന്നുണ്ട്, ലൈക്ക് പൾസസ്, റൈസ്, മില്ലറ്റ്സ്, സർട്ടൻ വെജിറ്റബിൾ, അതൊക്കെ. ഇത് കൂടുതലായിട്ട് കാണുന്നത് ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് തെലങ്കാന എന്നീ സ്റ്റേറ്റുകളിലാണ്. Next is laterite soil. The soil formed by the process of weathering is known as laterite soil. The soil is found in regions that experience a lot of rainfall. As a result of the rain, the minerals in the soil get washed away. The process of washing away of minerals is known as leaching. ഈ സോയിൽ സാധാരണയായിട്ട് നല്ല മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് കണ്ടുവരുന്നത്.
ഈ മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആ സോയിലിൻ്റെ മുകളിലുള്ള മിനറൽസൊക്കെ ഏത് സമയത്തും വാഷ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വാഷ് ഔട്ട് ചെയ്യുന്ന ഇതിനെ പറയുന്നതാണ് ലീച്ചിങ്. അത് എവിടേക്കാണ് കാണുന്നത്? ബീഹാർ, ഒഡീഷ, മഹാരാഷ്ട്ര, കർണാടക, വെസ്റ്റ് ബംഗാൾ, മേഘാലയ, ആന്ധ്രാപ്രദേശ്, കേരള ആൻഡ് തെലങ്കാന. Farmers of this region mainly grow coffee, tea, coconut and rubber with the help of fertilizers. ഇവിടെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പ്രധാന കൃഷി ഇനങ്ങൾ കോഫി, ടീ, കോക്കനട്ട്, റബ്ബർ എന്നിവയൊക്കെയാണ്. The system of growing a sequence of different crops on the same ground so as to maintain or increase its fertility is called crop rotation. എന്താ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ഡിഫറെൻറ്റ് ക്രോപ്സ് സെയിം ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ ക്രോപ്പ് ചെയ്യുന്നതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂടുന്നതായിരിക്കും. This is desert soil. The soil found in the deserts known as desert soil. Deserts receive little or no rainfall and hence the soil is not at all fertile. It is only with the help of irrigation and fertilizers that a few crops such as wheat, barley, millets, pulses and cotton can be grown here. This soil is mainly found in the desert regions of India, that is Rajasthan and its surrounding areas. ഈ ഡെസേർട്ട് സോയിലിൽ തീരെ ഫെർട്ടിലിറ്റി ഇല്ല, ബിക്കോസ് അവിടെ ലാക്ക് ഓഫ് റെയിൻഫോൾ ആണ്. ഡെസേർട്ടിൽ കാണുന്ന ടൈപ്പ് സോയിലാണ്. അതുകൊണ്ട് ഇവിടെ ഇറിഗേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ക്രോപ്സ് വിള ചെയ്യുന്നത്. സം ഓഫ് ദ ക്രോപ്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇസ് വീറ്റ്, ബാർലി, മില്ലറ്റ്സ്, പൾസസ്, കോട്ടൺ എന്നിവയൊക്കെയാണ് ഇവിടെ ഗ്രോ ചെയ്യുന്നത് സാധാരണ. ഇന്ത്യയിൽ ഇത് കാണുന്നത് രാജസ്ഥാനിലാണ്. സോയിൽ ഈസ് മൗണ്ടൻ സോയിൽ. The soil found on the slopes of hills and mountains is known as mountain soil, rich in humus. This soil is suitable for growing foods and practicing terrace farming. ഈ സോയില് മൗണ്ടൻ്റെ ഹിൽസിൻ്റെ ഒക്കെ സ്ലോപ്പിൽ കാണുന്ന സോയിലാണ്. അത് റിച്ച് ഇൻ ഹ്യൂമസ് ആണ്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ മാറ്റേഴ്സ്. പ്ലാന്റ്സിൻ്റെ അനിമൽസിൻ്റെ ഒക്കെ മാറ്റേഴ്സ് ഡീകമ്പോസിഷൻ ചെയ്തിട്ടുണ്ടാവുന്ന സോയിലാണ് മൗണ്ടൻ സോയിൽ. മൗണ്ടനിലാണ് കാണുന്നത്. റിച്ച് ഇൻ ഹ്യൂമസ് ധാരാളം ഉണ്ടാവുന്നതിൽ. When the hilly slopes are cut into steps and various kind of crops such as maize, barley, coffee, fruits and spices are grown, then it is known as terrace farming. ഹില്ലി സ്ലോപ്സസ് ഒക്കെ ഒരു കട്ട് ഇൻ ടു സെവറൽ സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് മെയ്സ്, ബാർലി, കോഫി, ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ് എന്നീ വർഗ്ഗങ്ങളാണ്. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ഹില്ലി ഏരിയാസ് ഓഫ് ഉത്തരാഖണ്ഡ്, ജമ്മു, കാശ്മീർ ആൻഡ് ഹിമാചൽ പ്രദേശ്. എവിടെയാണ് ഇതൊക്കെ കാണുന്നത്? ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നീ സ്റ്റേറ്റുകളിലാണ് ഇത് കാണുന്നത്. This topic is soil erosion and conservation. Soil erosion is a gradual destruction and removal of rock or soil in a particular area by rivers, the sea, wind, or due to human activity such as deforestation, mining, etc. സോയിൽ എറോഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ഡിസ്ട്രക്ഷൻ ആണ് റോക്ക് ഓർ സോയിലിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന്. അത് മേ ബി ബൈ റിവർ ആയിരിക്കാം, അല്ലെങ്കിൽ സീ ആയിരിക്കാം, വിൻഡായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിരിക്കാം, ലൈക്ക് ഡീഫോറസ്റ്റേഷൻ, മൈനിങ്, അങ്ങനെ എന്തെങ്കിലും. Natural occurrences such as heavy rainfall, excessive flooding, and strong winds corrode the top layer of the soil, causing soil erosion. Some human activities such as deforestation and land pollution also cause soil erosion. The roots of the plant hold the soil together. When the trees are cut down, the soil becomes loose and washes away easily. As a result, the land becomes less fertile and unsuitable for growing crops. ഇവിടെ സംഭവിക്കുന്നത് ടോപ്പ് ലെയർ, സോയിലിൻ്റെ ടോപ്പ് ലെയറിലാണ് ഈ കൊറോഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് സോയിൽ ഒലിച്ചിറങ്ങി പോകുന്നത്.
ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം ഡിഫോറസ്ട്രേഷനോ മൈനിങ്ങോ ഒക്കെ ആകാം. ഡിഫോറസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്ലാന്റ്സൊക്കെ പോയി പ്ലാന്റ്സിനെയൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്സ് തമ്മിൽ ഒരു റൂട്ട്സിലാണ് ഈ സോയിൽസൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റൂട്ട്സും പോവും. സോ സോയിൽ ഇറോഷൻ ടേക്ക് പ്ലേസ്. വെൻ ട്രീസ് ആർ കട്ട് ഡൗൺ സോയിൽ ബിക്കം ലൂസി. അങ്ങനെ ട്രീസ് കട്ട് ചെയ്യുന്ന സമയത്ത് സോയിൽ കൂടുതൽ ലൂസി ആവും ആൻഡ് വാഷസ് അവേ ഈസിലി. പെട്ടെന്ന് തന്നെ മണ്ണൊലിപ്പ് സാധ്യമാവും. As a result, the land becomes less fertile and unsuitable for growing crops. There are a few ways through which we can control soil erosion and increase fertility of the soil. Plant more trees instead of cutting them down, as this leads to deforestation. Reduce land pollution by not dumping waste in the open. Chemical fertilizers should be avoided because they decrease soil fertility. Natural and organic fertilizers such as manure and compost should be used. സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ തടയാനും ഫെർട്ടിലിറ്റി കൂട്ടാനും താഴെ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അനുയോജ്യമായിരിക്കും. അതൊക്കെയാണ് പ്ലാന്റ് ചെയ്യുക, മോർ ട്രീസ് പ്ലാന്റ് ചെയ്യുക, അതിലൂടെ ഡീഫോറസ്ട്രേഷൻ ഇല്ലാതെയാവും. റെഡ്യൂസ് ലാൻഡ് പൊല്യൂഷൻ കുറയ്ക്കാം ബൈ നമ്മളധികം വേസ്റ്റൊന്നും മണ്ണിൽ ഡംപ് ചെയ്യാതെ ലാൻഡ് പൊല്യൂഷൻ കുറയ്ക്കാം. കെമിക്കൽ ഫെർട്ടിലൈസർ ഷുഡ് ബി അവോയ്ഡഡ് ബിക്കോസ് ദ ഡിക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. നമ്മൾ കൂടുതലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാതിരിക്കുക അഗ്രികൾച്ചറിൻ്റെ സമയത്ത്. അത് സോയിൽ ഫെർട്ടിലിറ്റി കുറയ്ക്കാൻ സാധ്യമാകും. നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് സച്ച് എസ് മാനുവർ ആൻഡ് കമ്പോസ്റ്റ് ഷുഡ് ബി യൂസ്ഡ്. എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക, സച്ച് ആസ് മാനുവർ ആൻഡ് കമ്പോസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. കീപ് ലേണിംഗ് ഓൾവേസ്. താങ്ക് യു.